അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിൻ്റെ മുഹബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുമായി ബന്ധപ്പെട്ടവർ, ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുള്ളവർ, കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവർ, ഒട്ടനവധി വിഷയങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ഉമ്മമാരുടെ ഉപ്പമാരുടെ ഒക്കെ ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരുടെ വിഷമങ്ങളും പരിഹരിക്കട്ടെ. എല്ലാവരുടെയും കുടുംബത്തെ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. എല്ലാവരുടെ ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, മാതാപിതാക്കൾ എല്ലാവർക്കും അല്ലാഹു സ്വലാഹിയത്ത് നൽകട്ടെ. അല്ലാഹുവിൻ്റെ ത്വാഅത്തിൽ ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വളർന്നു വരുന്ന നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് സ്കൂൾ, കോളേജ്, കലാലയങ്ങളിൽ പോകുന്ന നമ്മുടെ മക്കൾ, അവർ ഉന്നതമായ ഈ ലോകത്തും പരലോകത്തും ഖബറിലും ഉപകരിക്കുന്ന നല്ല മക്കളായി അള്ളാഹു ഉയർത്തി നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മക്കളും നമ്മുടെ പേരമക്കളൊക്കെ സ്കൂൾ കലാലയങ്ങളിലേക്ക് പോയി തുടങ്ങുന്ന, സ്കൂൾ കലാലയങ്ങൾ തുറക്കുന്ന ഒന്നാമത്തെ ദിവസമാണ്. ഈ ദിവസത്തിലെല്ലാം മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കാൻ, അല്ലെങ്കിൽ ആദ്യ ദിവസം അവർക്ക് അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ നുകരാൻ വേണ്ടിയിട്ട് സ്കൂളുകളിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ പറഞ്ഞയക്കുക, ആ ഒരു തിരക്കിലും ബത്തപ്പാടിലുമാകും നമ്മളൊക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വലിയ പ്രതീക്ഷയാണ്. ഓരോ മാതാപിതാക്കളുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അധ്വാനം മക്കൾക്ക് വേണ്ടിയുള്ള അധ്വാനമാണ്. അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അവർ നന്നായി മനസ്സുകൊടുത്ത് അതിനുവേണ്ടി പ്രയത്നിച്ചാൽ ഈ ലോകത്തും പരലോകത്തും മാത്രമല്ല, ഖബറിൽ പോലും ബാപ്പാക്ക്, ഉമ്മാക്ക്, മാതാപിതാക്കൾക്ക് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് കിടക്കാമെന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പറയുന്നത്. അള്ളാഹു നമുക്ക് മക്കളെ കൊണ്ട് അത്തരം മഹാഭാഗ്യം നൽകട്ടെ. ആമീൻ. പ്രത്യേകിച്ച് നമ്മുടെ അൻവാർ ഫജറിന്റെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന ഒരുപാട് കൊച്ചുമക്കളടക്കമുണ്ട്, മുതിർന്ന മക്കളുണ്ട്. അള്ളാഹു ആ മക്കളെയൊക്കെ വിജയിപ്പിക്കട്ടെ. നമ്മുടെ എല്ലാ മക്കളെയും അള്ളാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതീക്ഷയാകുന്ന, നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ അധ്വാനത്തിൻ്റെ ലക്ഷ്യമാകുന്ന നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്, അവർ, പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമുക്ക് വാർത്താമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകൾ നിരന്തരമായി കാണുന്ന, മനസ്സിലാക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയാണ്. നമ്മുടെ മക്കളെ സ്കൂൾ കലാലയങ്ങളിലേക്ക് അയക്കുന്ന വിഷയത്തിൽ വലിയ ഭയപ്പാടാണ്. പ്രത്യേകിച്ച് പെൺമക്കളെ പല രീതിയിലുമുള്ള മയക്കുമരുന്നിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല സ്വഭാവമുള്ള കുട്ടിയായിരുന്നു, പെട്ടെന്ന് മയക്കുമരുന്നിന് അടിമപ്പെട്ടുപോയി, കൂട്ടുകെട്ടിൽ പെട്ടുപോയി, മറ്റുള്ള അശ്ലീലങ്ങളിൽ പെട്ടുപോയി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ മക്കൾ, ഇങ്ങനെ നല്ല കുടുംബത്തിൽപ്പെട്ട മക്കൾ പോലും വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈവിട്ടു പോകുന്ന, നമ്മുടെ നോട്ടത്തിൽ നിന്ന് മറയുന്ന കലാലയങ്ങളിലേക്കുള്ള പോക്ക്, അവിടുത്തെ കൂട്ടുകെട്ട്, നമുക്ക് കൃത്യമായിട്ട് ഇവരുടെ പിന്നാലെ നടക്കാൻ പറ്റൂലല്ലോ. ഈ ഒരു വിഷമവും ബേജാറുമുണ്ട്. നമ്മുടെ മക്കൾ പഠിച്ചുന്നതരാകണമെന്നുണ്ട്, അല്ലേ? ഓർമ്മശക്തിയുള്ള, തൻ്റെ ഇടമുള്ള, ഏതു വിഷയത്തിലും ആക്റ്റീവാകുന്ന നല്ല മക്കൾ വേണമെന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണ്. ഈ ആഗ്രഹങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് പൂവണിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് വിശ്വാസിനികളായ നാമൊക്കെ പഠിച്ചു പ്രവർത്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളും നമ്മുടെ മക്കളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഇന്ന് നമ്മുടെ അൻവാർ ഫജറിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഒരു 10 കൂട്ടം കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ മക്കളും ശ്രദ്ധിച്ചാൽ അവർ മോശപ്പെട്ട കൂട്ടുകെട്ടിലേക്ക് വഴുതിപ്പോകാതെ ഓർമ്മശക്തിയുള്ള, ഗ്രാഹ്യശക്തിയുള്ള, നല്ല തൻ്റെയിടമുള്ള, ആക്റ്റീവാകുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറും. നല്ല ഓർമ്മശക്തിയോടെ നമ്മുടെ മക്കൾ വളർന്നു വരും, ഉന്നതരാകും. അതിന് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു 10 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം, മക്കളും ശ്രദ്ധിക്കണം. നമുക്ക് ഏതാണെന്ന് നോക്കാം. ഒന്നാമതായി, പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കളുടെ ആത്മാർത്ഥമായ ദുആയാണ്. അപ്പം ഇന്ന് നമ്മുടെ മക്കളെ സ്കൂൾ കലാലയങ്ങൾക്ക് പറഞ്ഞയക്കുകയാണ്. ആ പറഞ്ഞയക്കുന്നതിന് മുമ്പ്, പ്രിയപ്പെട്ടവരെ, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ എത്ര പേര്, അല്ലാഹുവേ, എൻ്റെ പൊന്നുമോളെ ഞാൻ സ്കൂളിലേക്ക് അയക്കാൻ, കോളേജിലേക്ക് അയക്കാൻ, അല്ലാഹുവേ, അവർക്ക് നല്ല ഖൈറായൊരു പഠനം, നീ നല്ല ഓർമ്മശക്തിയോടുകൂടെയുള്ളൊരു പഠനം, നല്ലൊരു കൂട്ടുകെട്ടും നല്ലൊരു സംസ്കാരവും സ്വഭാവവും അവർ ആർജിച്ചെടുക്കണം. അവർ മോശപ്പെട്ടു പോകാൻ പാടില്ല. അവർക്ക് നല്ല പഠനം വേണം, നല്ല ബുദ്ധി വേണം, നല്ല പക്വത വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് മക്കളെ പറഞ്ഞയച്ച എത്ര മാതാപിതാക്കളുണ്ടാവും? പറഞ്ഞയക്കുന്ന എത്ര മാതാപിതാക്കളുണ്ടാവും? തീർച്ചയായും ഒരുപാട് പേര് ആ വിഷയത്തിൽ അശ്രദ്ധമാണ്, അല്ലേ? നമ്മളെല്ലാം പഠന സാമഗ്രികളൊക്കെ വാങ്ങിക്കൊടുത്തു, എല്ലാം വില കൂടിയ തന്നെ നമ്മൾ സെലക്ട് ചെയ്തു, എല്ലാം നല്ല ഏറ്റവും
നല്ല നല്ല സാധനങ്ങൾ നമുക്ക് വാങ്ങിച്ചു കൊടുത്തു. നമ്മുടെ മക്കൾക്ക് വസ്ത്രമായാലും യൂണിഫോം ആയാലും ബാഗായാലും ബുക്സ് ആയാലും എല്ലാം അല്ലേ ഏറ്റവും നല്ല സാധനങ്ങൾ തന്നെയാണ് വാങ്ങിക്കൊടുത്തത്. പക്ഷെ അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെയും നമ്മളെയും എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ കൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ അല്ലാഹുവിൽ ഏൽപ്പിച്ചോ? തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദ്യമായി നിങ്ങളോട് എൻ്റെ നഫ്സിനോട് ഞാൻ പറയാൻ, നമ്മുടെ മക്കളുടെ നന്മയുടെ അടിസ്ഥാന ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രക്ചർ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ദുആയാണ്. പ്രത്യേകിച്ച് ഉമ്മാൻ്റെ ദുആയാണ്. മാതാപിതാക്കളുടെ ദുആ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നുകൂടെ വിശിഷ്യ ഉമ്മയുടെ ദുആ വളരെ അസ്റഉൽ ഇജാബ എന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വളരെ പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. അപ്പോൾ ആത്മാർത്ഥമായി മക്കൾക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. അത് കൂടുതൽ ദുആയൊന്നും ഞങ്ങൾക്ക് അറിയില്ല ഉസ്താദെ, ഒരുപാട് അറബിയിലൊന്നും ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് അറിയില്ല. വേണ്ട, പച്ച മലയാളത്തിൽ ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് മലയാളത്തിൽ അങ്ങോട്ട് ദുആ ചെയ്താൽ മതിയല്ലോ. അല്ലാഹുവേ, എൻ്റെ മക്കളുടെ കൂട്ടുകെട്ട് നന്നാക്കണം, അവർക്ക് നല്ല ചിന്ത വേണം, അവർ മോശപ്പെട്ടു പോകാൻ പാടില്ല, മയക്കുമരുന്നിന് അടിമപ്പെടാൻ പാടില്ല, മറ്റു പ്രേമ കൂട്ടുകെട്ടിലേക്ക് പോകാൻ പാടില്ല, അവർക്ക് നല്ല ഓർമ്മശക്തി ഉള്ളവരായി മിടുക്കിമാരായി വളരണം. ഇതിങ്ങനെ അല്ലാഹുവിനോട് ദുആ എടുക്കുക. അത് ഡെയിലി നമ്മുടെ ദുആയിൽ വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒന്നാമത്തേത് മാതാപിതാക്കളുടെ ദുആയാണ്, വിശിഷ്യ ഉമ്മയുടെ ദുആയാണ്. അത് മസ്റ്റായിട്ട് വേണം. പിന്നെ എന്തെങ്കിലും മോശപ്പെട്ട കൂട്ടുകെട്ടുകളോ താല്പര്യങ്ങളോ നമ്മുടെ മക്കളെ മനസ്സിലെങ്കിൽ ഈ ദുആ കൊണ്ട് മാറ്റമുണ്ടാകും, അത്ഭുതകരമായ മാറ്റമുണ്ടാകും. നമ്മൾ പ്രത്യേകിച്ച് ദുആൻ്റെ ഒരു ഫീലിങ്ങിലേക്ക് നമ്മൾ വന്നിട്ടില്ല, വരണം, അത്ഭുതകരമായ മാറ്റമുണ്ടാകും. പഠിക്കാനോ അത്ര മിടുക്കിയായിരുന്നില്ല, പക്ഷെ ഉമ്മ ദുആ ചെയ്ത് മക്കൾ ഭയങ്കരമായ ഉന്നതമായ റേഞ്ചിലേക്ക് വളരും. വളർന്നവരൊക്കെ ഉമ്മയുടെ ദുആ കൊണ്ട് വളർന്നവരാണ്. ഒട്ടനവധി ഉദാഹരണങ്ങൾ ഇസ്ലാമിൻ്റെ സീറ ഗ്രന്ഥങ്ങളിലുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഒന്നാമതായി ദുആയാണ്, മാതാപിതാക്കളുടെ ദുആ. രണ്ടാമതായി ഉളൂവോട് കൂടെയാകണം മക്കൾ പഠിക്കുന്നതും പഠിക്കാൻ വേണ്ടി പോകുന്നതും ഒക്കെ. ശ്രദ്ധിക്കണം കേട്ടോ, അത് മാതാപിതാക്കളും ശ്രദ്ധിക്കണം, മക്കളും ശ്രദ്ധിക്കണം. ഉളൂ എടുക്കാൻ പ്രായമായി പക്വതയായിട്ടുണ്ടെങ്കിൽ ആ മക്കളൊക്കെ എന്ത് ചെയ്യണം? ഉളൂ എടുത്തിട്ട് നമ്മൾ സാധാരണ കുളിച്ച് റെഡിയായിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവർ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിൽ തന്നെയാണ് പോകുന്നത്. ആ പോകുന്നതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഒരു ഉളൂവോട് കൂടെ പോകാൻ വേണ്ടി ഉളൂ എടുത്തിട്ട് ഉളൂ ഉണ്ടാകണം. അത് കുളിച്ചതിന് ശേഷം അതിന് മുമ്പ് ഉളൂവോട് കൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരുങ്ങുന്നതും അങ്ങനെ. വീട്ടിൽ പഠിക്കാതിരിക്കുകയാണ്, ട്യൂഷൻ ക്ലാസ്സിൽ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്, ഉളൂ ഉണ്ടാകണം. പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, ഉളൂ ഉണ്ടാകണം. സ്കൂളിലേക്ക് പോവുകയാണ്, ഉളൂ ഉണ്ടാകണം. അപ്പോൾ ഉളൂവോട് കൂടെയാകണം അവരുടെ സ്റ്റഡിയും അതിന് വേണ്ടിയിട്ടുള്ള യാത്രയും. അത് മസ്റ്റായിട്ട് നമ്മൾ ഒരുപാട് ബറക്കത്തുണ്ടാവും. മാത്രമല്ല, ഉളൂവോട് കൂടെ യാത്ര തിരിക്കുമ്പോൾ ഒരു കാരണവശാലും അപകടങ്ങളിലൊന്നും പെടില്ല. അത് നമ്മൾ നടന്നു പോകുമ്പോഴായാലും സ്കൂളിൻ്റെ സ്റ്റെയർ ഇറങ്ങി വരുമ്പോഴായാലും വാഹനത്തിൽ പോകുമ്പോഴായാലും അപകടമില്ല. ഉളൂയിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നല്ല പെർഫോമൻസ് ഉള്ള, നല്ല ആക്റ്റീവായിട്ട് എല്ലാറ്റിലും നല്ല പക്വതയുള്ള, പാകതയുള്ള, നല്ല സംസാര സ്ഫുടതയുള്ള നമ്മുടെ മക്കളെയൊക്കെ കാണുമ്പോൾ ഒരു പക്ഷേ മറ്റുള്ളവർ കണ്ണുകൊണ്ട് അതിൻ്റെ വിശാംശങ്ങൾ ഏൽക്കുന്ന അവസ്ഥയിൽ കണ്ണീർ ബാധിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഉളൂയിലായിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കൊരു ചുക്കും പറ്റില്ല. അത് വലിയവർക്ക് അങ്ങനെ തന്നെയാണ്. ഞാൻ ഉളൂയിലായിരിക്കുമ്പോൾ എനിക്കൊന്നും പറ്റില്ല, അത് അല്ലാഹു പറഞ്ഞതാണ്. ഉളൂ ഇല്ലാത്ത സമയത്ത് നമുക്ക് പലതും സംഭവിക്കാം, അപകടങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഉളൂ വലിയൊരു കാവലാണ്, ബർക്കത്തുമാണ്. അപ്പോൾ ഉളൂവോട് കൂടെയാകണം പഠനവും സ്കൂളിലേക്കുള്ള യാത്രയും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, ബിസ്മി കൊണ്ട് തുടങ്ങണം. നമ്മൾ ഇപ്പോൾ മദ്രസയിലെ ഖുർആൻ പഠിക്കുകയാണ്, ഫിഖ് പഠിക്കുകയാണ്, അപ്പം ബിസ്മി ചൊല്ലിയിട്ട് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ, മനപ്പാഠം പഠിക്കുമ്പോൾ, സ്കൂൾ വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരു പക്ഷേ അത് അത്ര ശ്രദ്ധിക്കില്ല. എപ്പോൾ പഠിക്കാൻ വേണ്ടി ഒരുങ്ങിയാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വചനം കൊണ്ട് ഏതൊരു വിജ്ഞാന ശാഖയാണെങ്കിലും ഏതൊരു ശാസ്ത്രീയ ശാഖയാണെങ്കിലും അത് പഠിച്ചെടുക്കാൻ വേണ്ടി ബിസ്മി ഉണ്ടാവുക. അപ്പോൾ അതിൽ വല്ലാത്ത ബറക്കത്താവും. ബിസ്മി കൊണ്ട് ഒരു കാര്യം ഹിഫ്ളാക്കി വെച്ചാൽ പ്രിയപ്പെട്ടവർ അവിടെ തന്നെ ഉണ്ടാവും. അത് പെട്ടെന്ന് റിമൂവ് ആയി പോവില്ല, അവിടെ ഉണ്ടാവും. അത് സേവ്ഡാണ്, അത്ര പവറാണ്. ബിസ്മി ഉണ്ടാകുക, നമ്മൾ പഠിക്കാൻ വേണ്ടി തുടങ്ങവും, നമ്മൾ മനഃപ്പാഠമാക്കൽ തുടക്കലൊക്കെ അങ്ങനെയാവുക. പിന്നെ പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട നാലാമത്തെ ഒരു കാര്യം തർക്കുൽ മഅസിയത്ത് വല്ലുൽമ, മഅസിയത്ത് തിന്മകൾ ഒഴിവാക്കണം. മക്കൾ അവരുടെ പഠന കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിച്ചു വരുന്ന കാലഘട്ടങ്ങൾ, അല്ലെങ്കിൽ മദ്രസയിലായാലും സ്കൂളിലായാലും തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ എമ്പാടും ഉണ്ടാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് കുറയും. ഖുവ്വത്തുൽ ഹിഫ്ള്, മനഃപ്പാഠമാക്കാനുള്ള കഴിവ് കുറയും. അപ്പോൾ തെറ്റിൽ നിന്ന് പരിപൂർണമായി മക്കളൊക്കെ മാറി പഠിക്കുന്ന മക്കൾ, പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ ളുൽമ്, അക്രമം,
അത് വാക്കുകൊണ്ടായാലും നോക്കുകൊണ്ടായാലും നമ്മുടെ വിദ്യാർത്ഥികളോടായാലും ഒരു കാരണവശാലും അക്രമപരമായി അവരെ ആക്ഷേപിക്കുന്ന, അവരെ നമ്മൾ കളിപ്പേര് വിളിക്കുക, ഇരട്ടപ്പേര് വിളിക്കുക എന്നൊക്കെ പറയും. നമ്മൾ സാധാരണ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ അതൊക്കെ സുലഭമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അത്തരം പ്രിയപ്പെട്ടവരെ ദുൽമുകൾ സംഭവിച്ചാൽ ഉണ്ടാകുന്ന എന്താണെന്നറിയോ? നമ്മുടെ പഠനത്തിൽ ബർക്കത്തുണ്ടാവില്ല. അത് ഏത് മേഖല പഠിച്ചാലും ഒരിക്കലും ഉണ്ടാകരുത്. അപ്പോൾ ദുൽമില്ലാത്ത, അക്രമമില്ലാത്ത, തെറ്റുകളിലേക്ക് കടന്നു പോകാത്തൊരു സൂക്ഷ്മതയുള്ള ജീവിതം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറയാം. നമ്മൾ ഇസ്ലാമിൻ്റെ സംസ്കാരത്തിൽ അങ്ങോട്ട് ജീവിച്ചു പോയാൽ മറ്റൊരാൾ തോണ്ടൂല്ല, മറ്റൊരാൾക്ക് ഇടങ്കാല് വെക്കൂല്ല, മറ്റൊരാൾ കളിപ്പേര് വിളിക്കൂല്ല. അങ്ങനെ എല്ലാവരോടും സന്തോഷത്തോടെ അത് പഠനത്തിൽ ബർക്കത്തുണ്ടാവും, ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ ഒരു കാര്യം, ഏത് ഉലൂമുകളെ ആയാലും ആ പഠന വിഷയങ്ങളെയും അതേപോലെ തന്നെ അത് നമുക്ക് ടീച്ച് ചെയ്തു തരുന്ന, പഠിപ്പിച്ചു തരുന്ന അധ്യാപകന്മാരോട് മര്യാദയും ബഹുമാനവും ഉണ്ടാകണം. തീർച്ചയായിട്ടും ഉണ്ടാകണം. നമ്മുടെ സ്കൂളിലെ കോളേജിലെ നമ്മുടെ സാറല്ലേ, ടീച്ചറല്ലേ, അല്ലേ, അത് ഉസ്താദുമാരും വലിയ തങ്ങന്മാരൊന്നും അല്ലല്ലോ എന്ന് കരുതിയിട്ട് ഒരു കാരണവശാലും മര്യാദകേടാകുന്ന, അതബിന് യോജിക്കാത്ത ഒന്നും ഒരു ടീച്ചേഴ്സിനോടും സാറുമാരോടും ഒന്നും ഉണ്ടാകരുത്. നമ്മുടെ സ്റ്റഡി ചെയ്യുന്ന നമ്മുടെ ടെക്സ്റ്റുകളോടായാലും നമ്മുടെ എന്താ പറയുക, നമ്മൾ പഠിക്കുന്ന ഏത് വിജ്ഞാനശാഖയോടാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരിക്കലും മര്യാദകേടാകുന്ന അതിൻ്റെ ടെക്സ്റ്റുകളൊക്കെ വളരെ അലക്ഷ്യമായി കൊണ്ടു നടക്കുക, അത് ആകെ വൃത്തികേടാക്കുക. കണ്ടോ, പല ടെക്സ്റ്റുകളും നമ്മൾ കണ്ടാൽ തന്നെ അറിയാം ആ കുട്ടിക്ക് അതിനോടുള്ള ബഹുമാനം. ഇതിലൊക്കെ നല്ല നീറ്റാകും. അത് നീറ്റായിട്ട് തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പോഴേ പഠനത്തിൽ ബർക്കത്തുണ്ടാവുള്ളൂ, ആ പഠനം കൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ, ഉപകാരം ചെയ്യുള്ളൂ, പരീക്ഷയ്ക്ക് പ്രിയപ്പെട്ടവരെ നല്ല ഓർമ്മശക്തിയുള്ളവരായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ആറാമത്തെ ഒരു കാര്യം, അള്ളാഹുവിൻ്റെ യാ ഖയ്യൂമു യാ അല്ലാഹ്, എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാത്തിൻ്റെയും നിയന്ത്രണം ആർക്കാണ്? അള്ളാഹുവിനാണ്. അങ്ങനെയുള്ള അള്ളാഹുവേ യാ ഖയ്യൂമു യാ അല്ലാഹ്, ആ ഇസ്മ ഏതെങ്കിലും ഒരു സമയത്ത് ഒഴിഞ്ഞിരുന്നിട്ട് ഒറ്റയ്ക്കിരുന്നിട്ട് ഒരു 16 വട്ടം പ്രിയപ്പെട്ടവരെ നമ്മൾ പറയണം. യാ ഖയ്യൂമു യാ അല്ലാഹ്, യാ ഖയ്യൂമു യാ അല്ലാഹ്, യാ ഖയ്യൂമു യാ അല്ലാഹ്. എന്താ അതിൻ്റെ ഗുണം? ഒരുപാട് ബർക്കത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഖുവ്വത്തുൽ ഹിഫ്ള് മനഃപ്പാഠമാക്കാനുള്ള നല്ല കഴിവുണ്ടാകും. എത്ര എസ്സേ ബൈഹാട്ടാക്കിയാലും ഒരു കുഴപ്പമുണ്ടാവില്ല. അത് ഓർഡറായിട്ട് തന്നെ ഉണ്ടാവും. നല്ല മെമ്മറി പവർ ഉണ്ടാവും. യാ ഖയ്യൂം, നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. യാ ഖയ്യൂമു യാ അല്ലാഹ്. ആയിക്കോട്ടെ, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പോ എപ്പോഴാണെങ്കിലും വൈകിട്ടോ യാ ഖയ്യൂമു യാ അല്ലാഹ്. ചെറിയ ആളുകൾക്കും വലിയ ആളുകൾക്കും ഉപയോഗപ്പെടുത്താം. നല്ല ഓർമ്മശക്തിയും നല്ല തൻ്റെ ഇടവും അതുമൂലം ഉണ്ടാകുന്നതാണ്. പിന്നെ ഏഴാമത്തെ ഒരു കാര്യം, മിസ്വാക്ക് പതിവാക്കണം. 5 നേരം നിസ്കാരം വേണമല്ലോ, മക്കളാണെങ്കിലും വേണമല്ലോ. ആ സമയത്ത് നിസ്കാരത്തിന് മുമ്പ്, ഉളൂഇന് മുമ്പായി മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി അവരോട് പറയണം. പ്രത്യേകിച്ച് രാവിലെ എണീക്കുമ്പോൾ വൈകിട്ട് കിടക്കാൻ നേരത്ത് മിസ്വാക്ക് മസ്റ്റാക്കണം. ആ 2 നേരം ചെയ്യാതിരിക്കാനേ പാടില്ല, ഉറപ്പായും ചെയ്യണം. പ്രത്യേകിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കണം കിടക്കാൻ നേരത്തുള്ള മിസ്വാക്ക്. ഭയങ്കര പവറാണ്. മിസ്വാക്ക് ചെയ്യുന്നവർക്ക് വല്ലാത്ത ഓർമ്മശക്തി ഉണ്ടാവും. അത് പതിവാക്കുമ്പോഴേ തന്നെ ഗുണം. ഒരു 40 ദിവസം മിസ്വാക്ക് ചെയ്യൽ 5 വക്കത്തും പതിവാക്കി നോക്കി. പിന്നെ രാവിലെ ഉറക്കിൽ നിന്ന് എണീക്കുമ്പോൾ, രാത്രി ഉറക്കിലേക്ക് പോകുമ്പോൾ ഉണ്ടോ, ആ 2 നേരങ്ങളിൽ ഒന്ന് പതിവാക്കി നോക്ക്. തീർച്ചയായും നമുക്ക് അത്ഭുതകരമായ ഓർമ്മശക്തി ഉണ്ടാവും. പലരും പറയും മറവിയാണെന്ന്. മിസ്വാക്ക് ചെയ്താൽ മതി. എന്തിന്? ഒരാൾ ഏറ്റവും കൂടുതൽ ഓർമ്മ നിലനിൽക്കേണ്ടതും ഓർമ്മ തകർന്നു പോവുകയും ചെയ്യുന്ന, ആകെ നമ്മുടെ മെമ്മറി ഡിസോർഡർ ആകുന്ന നേരമാണ് മൗത്തിൻ്റെ സക്കറാത്തിൻ്റെ നേരം. ആ നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം ഒരാൾ ഓർത്ത് കിട്ടിയാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിലായി. ആ ഓർമ്മ ആർക്കുണ്ടാവുക? സ്ഥിരമായി ബ്രഷ് ചെയ്യുന്ന ആളുകൾക്ക് മരണനേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓർമ്മ വരുമെന്നാണ്. ഭയങ്കര ഓർമ്മശക്തിയാണ് മിസ്വാക്ക് പതിവാക്കിയാൽ. മക്കളോട് പറയാം, പ്രത്യേകിച്ച് കിടക്കാൻ നേരത്തെ മിസ്വാക്ക് ചെയ്യുന്ന കാര്യം ഉമ്മമാരൊന്ന് ശ്രദ്ധിക്കുക, ഉപ്പമാരൊന്ന് ശ്രദ്ധിക്കുക. വല്ലാത്ത മാറ്റം നമ്മുടെ മക്കൾക്കുണ്ടാവും. അള്ളാഹു വിജയം നൽകട്ടെ. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, 8ാമത്തെ ഒരു കാര്യം, സൂറത്തു അലം നശ്റഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത്, അലം നശ്റഹ് ലക സദ്റക്, ആ സൂറത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ദിക്റുകൾ കഴിഞ്ഞിട്ട് ഒരു 7 വട്ടം ഓതാൻ വേണ്ടി നമ്മുടെ മക്കളോട് പറയണം. നമ്മൾ ഓതണം. ഒരുപാട് മാറ്റം ഉണ്ടാവും. നല്ല സ്വഭാവവും നല്ല ബുദ്ധിയും തൻ്റെ ഇടം ഉണ്ടാവും. നല്ല ഓർമ്മശക്തി ഉണ്ടാവും. എന്ത് പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച്, അത് എത്ര വലിയ MBBS പഠിച്ചാലും ഏത് കോഴ്സ് പഠിച്ചാലും, ചെറിയ കുട്ടികളായ വലിയ കുട്ടികളാണെങ്കിലും എന്താ ചെയ്യേണ്ടത്? സുബഹിസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ദിക്റുകൾ കഴിഞ്ഞിട്ട് അലം നശ്റഹ് ലക സദ്റക്, സൂറത്തുൽ ളുഹ കഴിഞ്ഞിട്ട് തൊട്ട് താഴെയുള്ള സൂറത്താണ് അലം നശ്റഹ് ലക സദ്റക്. ആ സൂറത്ത് ഒരു 7 വട്ടം പതിവായി ഓതുന്നൊരു ശൈലി ഉണ്ടായാൽ
പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് നമുക്കെല്ലാം ഒരുപാട് ഗുണങ്ങൾ നേടും. പ്രത്യേകിച്ച് പഠിക്കുന്ന മക്കൾക്ക് ഒരുപാട് ഉപകാരം കിട്ടുന്ന പരിശുദ്ധമായ സൂറയാണ്. അത് പ്രത്യേകം ഓർക്കുക. പ്രിയപ്പെട്ടവരെ, 9ാമത്തെ ഒരു കാര്യം, രാവിലെ നേരത്തെ എണീക്കുന്ന കാര്യം. എപ്പോഴും നമ്മുടെ ഉറക്ക് നേരത്തെ ആക്കണം. ഉറക്ക് വൈകിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ശാരീരികമായും മാനസികമായും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നഷ്ടപ്പെടുത്തും. അത്യാവശ്യമാണെങ്കിൽ ഉറക്കമൊഴിക്കാന്നല്ലാതെ സ്ഥിരമായിട്ട് അനാവശ്യമായ കാര്യങ്ങളിൽ വാട്സപ്പോ ഫേസ്ബുക്കൊക്കെ നോക്കിയിട്ട് ഉറക്കമൊഴിക്കുക തീർച്ചയായിട്ടും ഉണ്ടാകരുത്. കഴിയുമെങ്കിൽ നേരത്തെ കിടക്കാൻ നോക്കുക. എണീക്കുന്നത് മസ്റ്റായിട്ടും നേരത്തെ ആകുക. നേരത്തെ എണീക്കുക. സുബ്ഹി നിസ്കാരം പ്രിയപ്പെട്ടവരെ ഖളാ ആകാത്ത അദാഇൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ അന്നത്തെ ജീവിതം മുഴുവൻ, അന്നത്തെ ജോലി, കച്ചവടം, പ്രത്യേകിച്ച് പഠനം എല്ലാറ്റിലും ബറക്കത്താവും. സുബ്ഹി ഖളാ ആക്കിക്കൊണ്ടുള്ള അന്നത്തെ പഠനവും അന്നത്തെ ഏത് പെർഫോമൻസും പ്രിയപ്പെട്ടവരെ ബറക്കത്തില്ലാത്തതാണ്. തീർച്ചയായും അത് ഉപകാരപ്പെടില്ല. അന്നത്തെ ദിവസം നഹ്സാണെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ആലോചിച്ച് നോക്കണം. അന്നത്തെ ദിവസം നഹ്സുള്ള ദിവസങ്ങളല്ല, നല്ല ദിവസം, അതിൻ്റെ ദിവസമാണ്. നല്ല ദിവസമാണെങ്കിൽ പോലും സുബ്ഹി നിസ്കരിക്കാത്തവന് അന്ന് നഹ്സാണെന്നാണ്. അന്ന് ശകുന ദിവസമാണ്, അത് ബറക്കത്തില്ലാത്തതാണ്. അപ്പോൾ സുബ്ഹി നിസ്കാരത്തിന് ചുരുങ്ങിയത് നമ്മൾ ആ നേരത്തെ എണീക്കുന്ന സുബ്ഹി വാങ്ങിന് മുമ്പ് ആ സമയത്ത് എഴുന്നേൽക്കുന്നൊരു പതിവ് മക്കൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഉണ്ടാക്കിയെടുത്താലേ മക്കളിലുണ്ടാവും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ടവർ, ഇനി 10ാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാര്യം എന്ന് പറയുന്നത് തീർച്ചയായും അസല്, തേൻ. അത് വല്ലാത്ത ഖുർആൻ പരിചയപ്പെടുത്തിയ അത്ഭുത മരുന്നാണ് തേൻ. ശാസ്ത്രലോകം അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മരുന്നാണ് തേൻ എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ തേൻ അത് ശുദ്ധമായ തേൻ തന്നെ ആകണം കേട്ടോ. തേനാണെന്ന് കരുതി പഞ്ചസാര വെള്ളമോ അല്ലെങ്കിൽ ശർക്കര പാനീയോ ഒന്നും പറ്റില്ല. ശുദ്ധമായ തേൻ നമ്മുടെ വീട്ടിൽ വേണം, നിർബന്ധമാണ്. തേൻ ഖുർആൻ പറഞ്ഞ ശിഫാഇൻ്റെ ഏറ്റവും വലിയ മന്ത്രമാണ്, മരുന്നാണ്. ആ തേൻ എന്ത് ചെയ്യുക? തേൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഏത് തേനാണെങ്കിലും കുഴപ്പമില്ല, പ്യൂർ തേനാകണമെന്ന് മാത്രം. അത് നമ്മുടെ മക്കൾക്ക് പ്രത്യേകിച്ച് രാവിലെ വെറും വയറ്റിൽ ഒരു ടീസ്പൂൺ മക്കൾക്ക് കൊടുക്കുന്ന വെറും വയറ്റിൽ കൊടുക്കുക. എല്ലാ ദിവസവും രാവിലെ അങ്ങനെ ഒരു 40 ദിവസം കൊടുത്താൽ കുട്ടികളുടെ ബുദ്ധി അങ്ങോട്ട് വളരും, അവർ ആക്റ്റീവാകും. അത്ഭുതകരമായ ഒരു മാറ്റവും ഒരു ഗുണവും അവരിൽ കാണാൻ പറ്റും. അതും പ്രത്യേകിച്ച് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്, ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഈ 10 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാരണവശാലും ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മക്കൾക്ക് ഓതാൻ അറിയുമെങ്കിൽ അവരെ കൊണ്ട് ആയത്തുൽ കുർസി ഓദിക്കാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അദീം. അത് വേണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു ആയത്തുൽ കുർസി ബസ്സികരി പൊക്കോട്ടെ, ഒരു ആയത്തുൽ കുർസി അവർ ഓതാൻ പറ്റാത്ത കൊച്ചുമക്കളാണെങ്കിലോ നമ്മൾ കൈപിടിച്ച് കയറ്റിയിട്ട് കുഞ്ഞു മക്കളാണ്, LKG UKG ഒക്കെ 1ാം ക്ലാസ്സൊക്കെ ചെറിയ മക്കളാണ്, അവർക്ക് ആയത്തുൽ കുർസി ഓതാൻ അറിഞ്ഞൂടാ. എന്നാൽ അവർ യാത്രയാക്കുമ്പോൾ, കൈപിടിച്ച് ബസ്സിലേക്കാക്കുമ്പോൾ, യാത്രയാക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം ആര് ചൊല്ലണം? ഉമ്മ ചൊല്ലിക്കൊടുക്കണം. എപ്പോഴും ഉപ്പമാരുണ്ടായിരിക്കില്ല, ഉണ്ടെങ്കിൽ അവർ ചൊല്ലിക്കൊടുക്കണം. വല്ലാത്ത ഖൈറുണ്ടാകുമെന്നാണ്. മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു റബ്ബുൽ അർശിൽ അദീം. സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തുണ്ടല്ലോ, ആ ആയത്ത് നമ്മുടെ മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് നമ്മൾ ഓതിയിട്ടവരെ യാത്രയാക്കിയാൽ ആ യാത്രയിൽ ഒരു അപകടം ഉണ്ടാവില്ല. ആയത്തുൽ കുർസി ഓതി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മക്കൾ ഇറങ്ങിയാൽ, അവർ സ്കൂൾ ബസ്സിൽ പോയാലും അവർ സ്വന്തം വാഹനത്തിൽ പോയാലും എങ്ങനെ പോയാലും ആ മക്കളുടെ കൂടെ 70,000 മലക്ക് കൂടെ ഉണ്ടാവുമെന്നാണ്. ശൈത്താൻ ദൂരെ നിന്നിട്ട് പോലും നോക്കില്ല, അത്രയേറെ പവറാണ്. മലക്കുകളുടെ പ്രൊട്ടക്ഷനോടെയാണ് പോകുന്നത്. അപ്പോൾ മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ, മോശപ്പെട്ട ബന്ധങ്ങൾ, അല്ലെങ്കിൽ ലഹരി, മയക്കുമരുന്ന്, കഞ്ചാവ് പോലുള്ളതുമായിട്ടുള്ള താല്പര്യങ്ങൾ, ഇതൊന്നിലേക്കും മനസ്സ് പോകില്ല. എന്തുകൊണ്ട്? മലക്കുകളുടെ കാവലുണ്ട്. അപ്പോൾ ഇതൊക്കെ പതിവായിട്ട് ചൊല്ലിക്കൊടുക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ കുരുന്നുമക്കളെ, നമ്മുടെ മക്കളെ, ഈ പേരമക്കൾ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പോകാനുണ്ടാവും സ്കൂൾ കോളേജുകളിലേക്ക്, അല്ലേ? എല്ലാ മക്കളെയും അല്ലാഹു വിജയിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കാണുന്ന ഉപ്പമാരുടെ മക്കളെയും, ക്ലാസ് ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ആൺമക്കൾ, പെൺമക്കൾ ഒരുപാട് പേരുണ്ട്. അല്ലാഹു അവരെയൊക്കെ വിജയിപ്പിക്കട്ടെ. ഇത്രയും മക്കളാണ് ഉസ്താദെ സ്കൂൾ തുറക്കാൻ പോവാണ്, നാളെ സ്കൂൾ തുറക്കും, ദുആ ചെയ്യണം. ഉസ്താദെ സ്കൂൾ തുടങ്ങാൻ പോവാണ്, ബുദ്ധിശക്തി ഉണ്ടാകും, ഒരുപാട് കുഞ്ഞു മക്കളുടെ വോയിസ് ഞാൻ കേട്ടു. അൽഹംദുലില്ലാ. എല്ലാവരെയും അല്ലാഹു വിജയിപ്പിക്കട്ടെ, സലാമത്തിലാക്കട്ടെ. നമ്മുടെയൊക്കെ മക്കളെ അല്ലാഹുവിന് പ്രിയപ്പെടുന്ന, നമുക്കിഷ്ടപ്പെടുന്ന, നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന, നമ്മുടെ സ്നേഹത്തിനൊത്ത് ജീവിക്കുന്ന സ്വാലിഹത്തുകളായ മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റട്ടെ, വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.